നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസും DJ പാർട്ടിക്കാരുടെ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ബസ്സിൽ ഉണ്ടായിരുന്ന 14 അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ അപകടമുണ്ടായത്. പാവർട്ടിയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞു വരികയായിരുന്ന പാലക്കാട് നെന്മാറ സ്വദേശികളായ DJ പാർട്ടി സംഘം സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാൻ അയ്യപ്പ ദർശനം കഴിഞ്ഞ് കേച്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബസ്സിലും അക്കിക്കാവ് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറിലും കൂട്ടിയിടിക്കുകയായിരുന്നു. അമിത വേഗതയിൽ വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടാണ് ബസ്സിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബസും പിക്കപ്പ് വാഹനവും നടുറോഡിൽ മറിഞ്ഞു. പിക്കപ്പ് വാൻ മറിഞ്ഞ് കാസർകോട് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിലും ഇടിച്ചു. കാറിലും പിക്കപ്പിലുമുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസ്സിടിച്ച് റോഡരികിലുള്ള തട്ടുകടകളും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എരുമപ്പെട്ടി പോലീസും കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി. റോഡിൽ പരന്ന ഓയിൽ ഫയർഫോഴ്സ് വെള്ളമൊഴിച്ച് വൃത്തിയാക്കി. സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. പെരുമ്പിലാവ് സെന്ററിൽ വ്യാഴാഴ്ച രാത്രി 10:30യോടെയാണ് അപകടമുണ്ടായത്. കാറിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാർ കാർ നിർത്തിയിറങ്ങിയെ ഓടിയതിനാൽ കാറിൽ ഉണ്ടായിരുന്ന 5 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമീപത്തുണ്ടായിരുന്നവർ ഭാഗികമായി തീയണച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. കൊച്ചി എയർപോർട്ടിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുകയായിരുന്ന കുടുംബമാണ് കാറിൽ ഉണ്ടായിരുന്നത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അൻവർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത്, ജിഷ്ണു, ടോണി, നവാസ്, ശരത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് സ്ഥലത്തെത്തിയത്. സംഭവമറിഞ്ഞ ഹൈവേ പോലീസും കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ഗുരുവായൂരിൽ നിന്നുള്ള വൈകുന്നേരത്തെ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നു. ഏറെക്കാലമായി യാത്രക്കാർ ആവശ്യപ്പെടുന്ന ട്രെയിൻ സർവീസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് പുനരാരംഭിക്കാൻ തീരുമാനമായത്. ഗുരുവായൂരിൽ നിന്ന് വൈകുന്നേരം 6:10 പുറപ്പെട്ട് 6:50 തൃശൂരിലെത്തുകയും തൃശൂരിൽ നിന്ന് രാത്രി 8:10 പുറപ്പെട്ട് 8:45 ഗുരുവായൂരിലെത്തുകയും ചെയ്യുന്ന രീതിയിലാണ് സമയക്രമം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും എന്നു മുതലാണെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ആശയങ്ങൾ കൊണ്ടും അവതരണം കൊണ്ടും സംസ്ഥാന കലോത്സവത്തിലെ നാടകവേദി ആസ്വാദകരുടെ മനം കവർന്നു. സമകാലീന സംഭവങ്ങളിലൂടെ സമൂഹത്തിനുള്ള ബോധവൽക്കരണം കൂടിയായിരുന്നു വിദ്യാർത്ഥികളുടെ അഭിനയ കലയിലൂടെ പ്രകടമായത്. കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 11ാം വേദിയായ കർണികാരത്തിലാണ് ഹൈസ്കൂൾ വിഭാഗം നാടകം അരങ്ങേറിയത്. തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് കുട്ടിക്കൂട്ടങ്ങൾ തകർത്തഭിനയിച്ചത്. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ കലാകാരന്മാർ നേരിടുന്ന വെല്ലുവിളികൾ അഭിനയ മുഹൂർത്തമായി. കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് വേങ്ങാട് EK നായനാർ ഹയർ സെക്കൻഡറി സ്കൂൾ അരങ്ങിലെത്തിച്ച ഓട്ടോച്ചി കല്യാണി എന്ന നാടകം ശ്രദ്ധേയമായി. മറ്റുള്ളവരുടെ കഴിവുകളുടെ പിതൃത്വമേറ്റെടുത്ത് കേമന്മാരാകാൻ ശ്രമിക്കുന്നവർ ചെന്നുചാടുന്ന അപകടത്തെ ഓർമ്മപ്പെടുത്തുന്ന നാടകമായിരുന്നു ഇത്. പ്രതികാര മനോഭാവവും അപകർഷതാബോധവും നല്ലതല്ലെന്ന് ഈ നാടകം ഉദ്ബോധിപ്പിച്ചു. അപ്പീലിലൂടെ എത്തിയ ഈ നാടകം A ഗ്രേഡ് കരസ്ഥമാക്കി. മ്യാൻമാറിലെ ആഭ്യന്തര യുദ്ധം കാരണം അഭയാർത്ഥികളാക്കപ്പെടുന്ന റോഹിംഗ്യൻ കുട്ടികൾ നേരിടേണ്ടി വന്ന ദുരിതമായിരുന്നു തലശ്ശേരി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച ചുഴി എന്ന നാടകത്തിന്റെ പ്രമേയം. കാസർകോട് ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ വേദിയിലെത്തിച്ച അരണപ്പാച്ചിൽ എന്ന നാടകം അരണ കടിച്ചാലുടൻ മരണമെന്ന പ്രചാരണത്തെ പൊളിച്ചടുക്കി.
കോട്ടയം ഭരണങ്ങാനം SSGHSS അവതരിപ്പിച്ച C4 ചിക്കൻ നാടൻ കോഴികൾക്കിടയിലെത്തിപ്പെടുന്ന ബ്രോയിലർ കോഴികളുടെ കഥയാണ് പറഞ്ഞത്. പഴമയെ പൂർണ്ണമായും അവജ്ഞതയോടെ സമീപിക്കുന്ന പുതിയ തലമുറയോടുള്ള ചോദ്യമാണ് തിരുവനന്തപുരം നെല്ലിമൂട് സെന്റ് ക്രിസോസ്റ്റം GHSSന്റെ അമ്മകം എന്ന നാടകം ഉയർത്തിയത്. ആകെ 18 നാടകമാണ് ഉണ്ടായിരുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം നാടകം നാളെ നടക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സൗജന്യ നാരങ്ങ വെള്ളം വിതരണം ചെയ്ത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃശൂർ യൂണിറ്റ്. കലോത്സവത്തിൽ ആരംഭിച്ച ദിവസം മുതൽ പ്രധാന വേദിയുടെ മുൻവശത്തായാണ് പ്രത്യേക പന്തൽ ഒരുക്കി നാരങ്ങ വെള്ളം വിതരണം ചെയ്യുന്നത്. തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ ഉദ്യമമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രളയം, ചൂരൽമല ദുരന്തം സമയങ്ങളിൽ ഒറ്റപ്പെട്ടവർക്കും ഇവർ സൗജന്യ ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നു. കലോത്സവം സമാപിക്കുന്നവരെ ചൂടിൽ വലയുന്നവർക്ക് ദാഹവും ക്ഷീണവും അകറ്റാൻ നാരങ്ങ വെള്ളം വിതരണം ചെയ്യുമെന്നും ഇവർ പറഞ്ഞു. റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃശ്ശൂർ യൂണിറ്റിന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ. ഈ കലോത്സവത്തിന് ഈ ചുറ്റുകൊള്ളുന്ന ഈ കലോത്സവത്തിൽ വരുന്ന എല്ലാവർക്കും ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായപ്പോഴും ഞങ്ങൾ KHRA ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാ ദുരന്ത സ്ഥലത്തും ഞങ്ങൾ എല്ലാ സഹായം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ 3-ാം ദിവസമാണ് വരുന്ന എല്ലാവർക്കും നല്ല നാരങ്ങ വെള്ളം ഉണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 7,08,67,213 രൂപയും 1 കിലോ 772 ഗ്രാം 300 മില്ലിഗ്രാം സ്വർണവും ലഭിച്ചു. 16 കിലോഗ്രാം 590 ഗ്രാം വെള്ളിയും ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച ഈ ഭണ്ഡാരങ്ങൾ വഴി 6,82,919 രൂപയും ലഭിച്ചു. കുടിവെള്ളം കിട്ടാക്കനിയായതോടെ ദുരിതത്തിലായി നാട്ടുകാർ. വടക്കേക്കാട് പഞ്ചായത്തിലെ 9-ാം വാർഡിൽ വൈദ്യൻ റോഡിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലായുള്ള 1/2 സെന്റ് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് പൊതുകിണറിലെ വെള്ളമാണ് നിറവ്യത്യാസവും മണവും കാരണം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായത്. ഇതോടെ ജനങ്ങളും ബുദ്ധിമുട്ടിലായി. ആഴ്ചകളായി പ്രദേശത്തെ കുടുംബാംഗങ്ങൾ കുടിക്കുന്നതിനും നിത്യവൃത്തിക്കുമുള്ള വെള്ളത്തിനായി പരിസരത്തെ വീടുകളെയാണ് ആശ്രയിക്കുന്നത്. 38 വർഷം പഴക്കമുള്ള ഈ കിണർ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി പ്രദേശവാസികളുടെ പ്രധാന ജലസ്രോതസ്സായിരുന്നു. എന്നാൽ സമീപത്തെ വീടുകളിൽ കിണറുകൾ ലഭിച്ചതോടെ 2 കുടുംബങ്ങളാണ് ഈ കിണറിനെ പ്രധാനമായും ആശ്രയിക്കുന്നത്. 5 വർഷമായി കിണർ ഉപയോഗിക്കാൻ കഴിയാതായിട്ട്. കിണറിന്റെ റിങ്ങുകൾ തകരുകയും ചുറ്റും കുഴികൾ രൂപപ്പെടുകയും കിണറ്റിലേക്ക് ചെളി നിറയുകയും ചെയ്തതിനാൽ വെള്ളം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. കാലവർഷമായാൽ നിത്യവൃത്തിക്ക് മാത്രമേ ഈ വെള്ളം പ്രദേശവാസികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പഞ്ചായത്തിലും ജനപ്രതിനിധികളെയും അറിയിച്ചപ്പോൾ 5 വർഷത്തിനുള്ളിൽ 2 തവണ മണ്ണടിച്ച് കിണറിനു ചുറ്റും രൂപപ്പെട്ട കുഴികൾ നികത്തിയിരുന്നു. എന്നാൽ മണ്ണെല്ലാം കിണറിലേക്ക് വീണ്ടും എത്തുകയും കിണർ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയുമായി. വടക്കേക്കാട് പഞ്ചായത്തിൽ നിരവധി പൊതുകിണറുകളുണ്ട്. വേണ്ട രീതിയിൽ വൃത്തിയാക്കാനോ പ്രദേശവാസികൾക്ക് ഉപയോഗപ്രദമാക്കുവാനോ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. വേനൽക്കാലമായാൽ വീടുകളിലേക്ക് വലിയ തുക ചെലവിട്ട് കുടിവെള്ളം എത്തിക്കേണ്ട സ്ഥിതിയാണ്. പൊതുകിണറുകൾ വൃത്തിയാക്കിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്തനോസിന്റെ തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ജനുവരി 11 നടന്ന കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണലായ്ക്കൽ കാർമ്മികനായി ദിവ്യബലിയും തുടർന്ന് പ്രസുതേന്തി വാഴ്ചയും രൂപക്കൂട് എഴുന്നള്ളിച്ച് വയ്ക്കലും നടക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച 6:15 ഫാദർ സനീഷ് വടക്കൂട്ട് കാർമ്മികനായി ദിവ്യബലിയും 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ റോജർ വാഴപ്പള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഇടവക വിശ്വാസികൾ പങ്കെടുത്ത് ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി 10 മണിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ നിബിൻ തളിയത്ത്, കൈക്കാരന്മാരായ CJ വിൻസെന്റ് മാസ്റ്റർ, തോമസ് ടോമി, ജോബ് കണ്ണനായ്ക്കൽ, ജനറൽ കൺവീനർ ആൻഡോ ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകും.
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകാലത്തിൽ വിട പറഞ്ഞ കുന്നംകുളത്തെ ഫോട്ടോഗ്രാഫറും മികച്ച കർഷകനുമായിരുന്ന ഷൈജു ബീറ്റയെ അനുസ്മരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ അനുസ്മരണ യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി നൌഷാദ്, മേഖലാ ഇൻചാർജ് ലിജോ പി ജോസഫ്, ട്രഷറർ ജോജിൻ രാജ്, ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ വയലത്തൂർ, സീനിയർ ഫോട്ടോഗ്രാഫർ ബാപ്നു മുഹമ്മദ് തുടങ്ങി മേഖലയിലെയും 4 യൂണിറ്റുകളിലെയും ഭാരവാഹികളും മറ്റ് അംഗങ്ങളും സംസാരിച്ചു. ഷൈജു ബീറ്റയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. പഴയകാല നാടക സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ക്ഷേത്ര ഭാരവാഹിയുമായിരുന്ന വെള്ളാറ്റഞ്ഞൂർ MGS നായരെ ജന്മനാട് ആദരിച്ചു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ആദരമൊരുക്കിയത്. ഗ്രാമീണ നാടക കലാപ്രവർത്തനം വെള്ളാറ്റഞ്ഞൂരിൽ നിലച്ചുപോയെങ്കിലും തുടർ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു MGS നായർ. ഒരു ഗ്രാമത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെ നാഴികക്കല്ലാണ് കലാപ്രവർത്തനങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് MGS. ഉപഭോഗ സംസ്കാരവും പുത്തൻ സാമ്പത്തിക ശാസ്ത്രവും പഴയ കാലഘട്ടത്തിൽ വെല്ലുവിളികളായിരുന്നുവെങ്കിലും അത് അതിജീവിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു എന്ന് MGS ഓർക്കുന്നു. ഉത്സവപ്പറമ്പുകളിലും മറ്റ് ഗ്രാമീണ ഉത്സവങ്ങളിലും നിറഞ്ഞുനിന്ന ഗ്രാമീണ നാടകങ്ങൾക്ക് പകരം പ്രൊഫഷണൽ നാടകങ്ങൾ സ്ഥാനം പിടിക്കും മുമ്പാണ് നാടകപ്രവർത്തനം ഹരമായി കൊണ്ടു നടന്നിരുന്ന വെള്ളാറ്റഞ്ഞൂർ മഠത്തിൽ ശങ്കരൻകുട്ടി നായർ എന്ന MGS നാടകരംഗത്തെത്തുന്നത്. 1960-ൽ ആദ്യ നടനായും പിന്നീട് നാടകരചയിതാവായും സംവിധായകനുമായും നാടകരംഗത്ത് നിറഞ്ഞുനിന്നു. വെള്ളാറ്റഞ്ഞൂർ മഹിളാ സമാജം ഉദ്ഘാടനവുമായുണ്ടായ തർക്കമാണ് സ്വന്തമായി നാടകമെഴുതി സംവിധാനം ചെയ്യാനുള്ള പ്രേരണയുണ്ടാക്കിയത്. അന്ന് MGS എഴുതിയ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം രംഗത്ത് അവതരിപ്പിച്ചു. സമീപമുള്ള സ്കൂളുകളായ എരുമപ്പെട്ടി, വേലൂർ, ചൂണ്ടൽ എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി നിരവധി ഏകാംഗ നാടകങ്ങൾ എഴുതി. വടക്കാഞ്ചേരി ബ്ലോക്ക് തലത്തിൽ കിരാലൂരിൽ നടന്ന 7 ദിവസത്തെ നാടക മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പുലിയന്നൂർ കേന്ദ്രമാക്കി അമ്പിളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരണത്തിന് നേതൃത്വം നൽകി. ക്ലബ്ബ് ഉദ്ഘാടനത്തിന് വഞ്ചകി എന്ന നാടകമെഴുതി സംവിധാനം ചെയ്തു. ജീവിതത്തിന്റെ യൗവനകാലം മുഴുവൻ നാടക പ്രവർത്തനങ്ങൾക്ക് ചിലവഴിച്ച MGS തുടർന്നുള്ള കുറച്ചു വർഷം ജീവിത പ്രശ്നങ്ങൾ മൂലം നാടകരംഗത്ത് നിന്ന് മാറി നിന്നു. എഴുതിയ നാടകങ്ങളുടെ പകർപ്പ് ഇപ്പോഴില്ലെങ്കിലും നാടകമുഹൂർത്തങ്ങളും നാടകത്തിലെ സംഭാഷണങ്ങളുമെല്ലാം ഇന്നും MGSന് ഓർമ്മയുണ്ട്. പഴയ വടക്കേക്കാട് പഞ്ചായത്ത് അംഗമായിരുന്ന ഭാര്യ ചന്ദ്രമതിയമ്മ, മക്കൾ ജയപ്രകാശ്, രാജേഷ്, രജനി എന്നിവരും പേരക്കുട്ടി ഹരിശങ്കറും കലാസാംസ്കാരിക രംഗത്തും നാടകരചന ലോകത്തിലേക്കുമുള്ള മടങ്ങിവരവിന് MGSന് പിന്തുണയേകുന്നുണ്ട്. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു. നാടകരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേലൂർ ഇഫ് ക്രിയേഷൻ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. ആദരച്ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, സെക്രട്ടറി ബാബു കീഴ്വീട്ടിൽ, വൈസ് പ്രസിഡന്റ് TP അജിത് കുമാർ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യനോസിന്റെയും പരിശുദ്ധ കർമ്മല മാതാവിന്റെയും സംയുക്തമായുള്ള മകരം തിരുനാളിന് കൊടികയറി. തൃശൂർ അതിരൂപത വികാരി ജനറൽ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഫൊറോന വികാരി റാഫേൽ താണിശ്ശേരി, തിരുനാൾ ജനറൽ കൺവീനർ മറഡോണ പീറ്റർ, കൈക്കാരന്മാർ ഡേവിസ് ചിറ്റിലപ്പിള്ളി, OP കുര്യാക്കോസ്, ജോജോ പനക്കൽ, ജോസഫ് OK, പബ്ലിസിറ്റി കൺവീനർ PJ ബിജു എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ സപ്ലിമെന്റിന്റെ പ്രകാശന കർമ്മവും നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നവനാൾ കുർബാനയും ദീപാലങ്കാരവും ഉണ്ടാകും. 23-ന് 35 കുടുംബ യൂണിറ്റുകളുടെ അമ്പ് പ്രദക്ഷിണങ്ങളും തേര് മത്സരവും, 24-ന് പ്രസിദ്ധേന്തി വാഴ്ച, തിരുനാൾ ആഘോഷമായ കുർബാന, പ്രദക്ഷിണം, 25-ന് നാടകം, 26-ന് ഇടവക ദിന ആഘോഷങ്ങൾ, യൂണിറ്റുകളുടെ കലാപരിപാടികളും ഉണ്ടാകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,145 രൂപ, പവന് 1,05,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 292 രൂപ. ചരമം ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്രം ഊരാളൻ വേങ്ങാട്ടൂർമന വാസുദേവൻ നമ്പൂതിരിപ്പാട് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് തറവാട്ട് വളപ്പിൽ നടത്തും. ശ്രീദേവി അന്തർജനം ഭാര്യയും, ബിന്ദു, വാസുദേവൻ, അനിൽ എന്നിവർ മക്കളുമാണ്. കല്ലുംപുറം ചെറുവത്തൂർ പരേതനായ ഉട്ടൂപ്പ് ഭാര്യ കുഞ്ഞാറം നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
കേരള യൂണിവേഴ്സിറ്റി ആരോഗ്യ വിഭാഗം MDS പരീക്ഷയിൽ 1ാം റാങ്ക് നേടി ഡോക്ടർ കീർത്തി PK. ചൊവ്വന്നൂർ അയ്യപ്പത്ത് പന്തല്ലൂർ വീട്ടിൽ കേശവൻ ബിന്ദു ദമ്പതികളുടെ മകളും കളമശ്ശേരി HMTയിലെ എഞ്ചിനീയർ KS അതുലിന്റെ ഭാര്യയുമാണ് കീർത്തി.